ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വേറൊരു ദിവസമാണ്. ഇന്നലെ ഇതെല്ലാം റെഡിയാക്കി. ഹായ്ക്ക് അത്ര എനർജി വന്നില്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയാണ്. അപ്പൊ ഒരു നമ്മൾ സന്തോഷം, ശരിയാക്കി വെച്ചിട്ട് പോയി. ഒരു സന്തോഷമൊക്കെ ആയിട്ട് പറഞ്ഞു. ഹായ് സന്തോഷമായിട്ട് ഫ്രണ്ട്സ്, അത് തന്നെ ഒരു ഊമ്പിയ പറച്ചിലായി പോയി. നല്ലപോലെ പറ. ഞാൻ നിന്നിട്ട് പറയാം. എന്നാ നിന്നിട്ട് പറ. എങ്ങനെയാലും ഊർജ്ജ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന സെറ്റ് വർക്കിംഗ് ഇട്ടിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ, പാടുന്നുണ്ട്. അപ്പം അതിനൊരു ബ്ലൂടൂത്തോടെ പിടിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ സാധാരണ നമ്മൾ വേറൊരു അഡാപ്റ്റർ വെക്കാറുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒരു 12 വോൾട്ട് സപ്ലൈ ഇവിടെ ഉണ്ട്. 12 വോൾട്ട് ഇൻപുട്ടുള്ള 9 വോൾട്ടായിട്ട് കുറച്ചിരിക്കുന്ന ഒരു റെഗുലേറ്റർ ഉണ്ട്. അത് വലിയ ചൂടൊന്നും ആകുന്നില്ല. അതിനുള്ള ലോഡ് അവിടെ വരുന്നുള്ളെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ബ്ലൂടൂത്ത് ബോർഡിനും ചെറിയ ഇത് മതി. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ എടുത്തു. 5 വോൾട്ട് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ 78.05 എന്ന് പറയുന്ന റെഗുലേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് 12 വോൾട്ട് കൊടുത്താൽ, ഇവിടെ നമ്മൾ 12 വോൾട്ട് കൊടുത്താൽ 78.05 12 വോൾട്ട് കൊടുത്താൽ STD ആണ്. ഇവിടെ ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടും. നടുക്ക് കോമൺ നെഗറ്റീവ്. അപ്പോൾ നമുക്കൊരു 3 വയർ അതേ സോൾഡർ ചെയ്യണം. അതിനുള്ള വയർ നോക്കട്ടെ. റിബൺ വയർ കുറച്ച് മേടിച്ചെല്ലാം തീർന്നു പോയാൽ. പാട്ട് വന്നാൽ അന്നേരം കോപ്പിറൈറ്റ് ഇരിക്കും. അറിയാവുന്നവർക്കറിയാം. പാട്ട് നമുക്ക് ഇട്ട് കേൾപ്പിക്കാനൊക്കെ ഇഷ്ടമൊക്കെയാണ്. പലപ്പോഴും ഇടാൻ പറ്റാതെ വരുന്നത് യൂട്യൂബ് കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ നമുക്ക് ആ വീഡിയോ ആ ഫാൻ ഇട്ടോ, ഭയങ്കര ചൂടാണ് ഇവിടെ. കാറ്റ് ആവി. ആ ഫാനിട്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം. ഇത് ബ്ലൂടൂത്ത് 3.0 PCB ആണ്. നേരത്തെ ഞാനിത് പിടിപ്പിച്ചപ്പോൾ ആരോ ഇത് മോണോ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് മോണോ അല്ല. ലെഫ്റ്റ് ഔട്ട്, ഗ്രൗണ്ട്, റൈറ്റ് ഔട്ട്, അങ്ങനെ സ്റ്റീരിയോ തന്നെയാണ്. 3 ഔട്ടും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കമൻ്റ് എടുത്താൽ പറയും അത് പാരൽ ചെയ്തിരിക്കുകയാണ്, ഒരു ഔട്ടിനെ ലെഫ്റ്റും റൈറ്റും കാണിച്ചിരിക്കുന്നതെന്ന് പറയും. അല്ലെന്ന് കാണിക്കാനായിട്ട് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, മീറ്റർ മൈനസ്. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഔട്ടും റൈറ്റ് ഔട്ടും അത് പാരൽ ചെയ്തിരിക്കുവാണെങ്കിൽ ഷോർട്ടിങ് വരണം. അപ്പോൾ പാരൽ ചെയ്തിരിക്കുമല്ല, 2 ചാനൽ തന്നെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റീരിയോ തന്നെയാണ് ഈ ബോർഡ്. അപ്പോൾ ഇതിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഞാനൊരു സോക്കറ്റ് എടുത്തിരിക്കുകയാണ്. 5 വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ. ഇത് ബ്ലാക്ക്, ഗ്രൗണ്ട്, റെഡ്, 5. അപ്പോൾ ഞാനത് സോൾഡർ ചെയ്യാൻ പോവാം. ഇനി ജിഗ് വെക്കണമെന്നൊന്നുമില്ല, നേരിട്ട് വേണേലും കൊടുക്കാം. ഞാൻ ജിഗൊക്കെ വെച്ച് നമുക്കിപ്പോൾ സപ്ലൈ ഒന്ന് ഊരിക്കളയണേലൊക്കെ ഉള്ളൊരു സ്റ്റാൻഡേർഡിന് ഞാനങ്ങ് ചെയ്തെന്നുള്ളേ ഉള്ളൂ. ലെഡ് മാസ്ക് വേണ്ട, അതിനുള്ളത് ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ ഗ്രൗണ്ടും പോസിറ്റീവും നമ്മൾ സോൾഡർ ചെയ്തു. ഇതിൽ 3 വയറെടുക്കണം. ഇതിപ്പോൾ ഇത്ര നീളം വേണമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചെടുത്താൽ പോലും ഒരു മാക്സിമം കിടന്നോട്ടെ, വൃത്തിയായിട്ട് ചെയ്യാം. 3 വയറ് ഇതെന്നെടുക്കാം. ആ 3 വയറ് വേണം, ഗ്രൗണ്ടും വേണമല്ലോ. ഇത് കയറുമെന്നൊക്കെ ഇത് ഇച്ചിരി ഗേജ് കൂടുതലാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഗേജ് കൂടി ഇതവിടെ ഇടാൻ തുളകി കയറിയല്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഗേജ് കുറഞ്ഞ വയറെടുക്കാം. ഇതാണ് നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഗേജ് കുറഞ്ഞ വയറ്. ഞാൻ പൊതുവേ ഇച്ചിരി ഗേജ് കൂടിയ വയറിൻ്റെ ആളാണ്. എന്നാലും ഗേജ് കുറഞ്ഞ വയറ് 3 എണ്ണം ഒരു ലൈൻ തന്നെ ആണല്ലോ. ഒരു ലൈനല്ല 3 ലൈൻ. തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് തിരിച്ചറിയാമല്ലോ. ഇത്ര ഇടാം. 1 1 2 3 വയറ്. സെറ്റ് നമ്മൾ ഓൾറെഡി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ 12 വോൾട്ട് എടുക്കാൻ പോകുന്നത് ഈ റെഗുലേറ്ററാണ്. ഇത് 9 വോൾട്ട് ഒരു റെഗുലേറ്റർ ഇവർ ഇട്ടിട്ടുണ്ട്, 1 ആംപിയറിൻ്റെ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാം. എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. മീറ്റർ വോൾട്ടേജിൽ ഇടുക. ഇതുണ്ടോ, 11.91 12 ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് 9 വോൾട്ട്. അപ്പോൾ 12നെ 9 വോൾട്ട് ആക്കിയിരിക്കുകയാണ്. നമുക്ക് 12നെ 5 ആക്കുകയാണ്. നമ്മുടെ റെഗുലേറ്റർ 5 ആക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് ആ ബോർഡ് നമുക്ക് അഴിച്ചെടുക്കണം. ഈ ബോർഡ് അഴിച്ചെടുത്താലേ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഫിറ്റ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ളൂ. അഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതാണ് ഇന്ന്. അപ്പോൾ ഇന്നിൽ വേണം നമ്മൾ മറ്റേ ഇത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ആ 3 വയർ പിടിപ്പിക്കാം. അത് നോക്കി കൊടുത്തിട്ട് അറേഞ്ച് ചെയ്യാം. ഈ ചില ആൾക്കാർ പറയും ഡീറ്റെയിലായിട്ട് കാണിച്ചാലേ അവർക്ക് പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിലായിട്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അത്രയും ഡീറ്റെയിലായിട്ട് വേണ്ട, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. സ്ക്രൂ അഴിക്കുന്നതൊന്നും വേണ്ടാന്ന്. സ്ക്രൂ അഴിക്കുന്നു ഏറ്റവും ഒരു സെറ്റിൻ്റെ ഏറ്റവും ഫിറ്റ്നസ് എന്ന് പറയുന്നത് സ്ക്രൂ ആണ്, സ്ക്രൂ മാനേജ്മെൻറ്റാണ്. സ്ക്രൂ നല്ല രീതിയിൽ ഇല്ലെങ്കിൽ സെറ്റ് നന്നായിട്ടിരിക്കുമല്ലോ. സ്ക്രൂ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിരിപ്പച്ചായൻ അമേരിക്കയിൽ നിന്ന് ഇന്നലെ എന്നോട് എനിക്കൊരു സാധനം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി കോട്ടയത്ത് മണർകാടുള്ള സാറാണ്. പുള്ളി ഒരു സാധനം എന്നെ ഇന്നലെ രാത്രി കാണിച്ച് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു പ്ലേറ്റൊക്കെ വെച്ച്, ഇനിയിപ്പം മാഗ്നറ്റ് പിടിക്കുന്ന ഒരു പ്ലേറ്റ് തപ്പി ഞങ്ങളും പോവാണ്. അപ്പോൾ ഈ സ്ക്രൂ ഒരു കാരണവശാലും അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മിസ്സാകത്തില്ല. വലിച്ചെറിഞ്ഞാൽ ആ പ്ലേറ്റ് സഹിതമേ പോവുള്ളൂ. അതൊരു നല്ല സാധനം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. പോയ ഒരു സ്പീക്കറിൻ്റെ മാഗ്നറ്റ് എടുത്ത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. പിന്നെ അല്ല, സ്പീക്കറെ തന്നെ വെക്കുന്ന ഒരു പരിപാടി പണ്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ അതിലും കുറച്ച് ഭംഗിയും കാര്യങ്ങളും ഉണ്ട് ഇതിന്. ഇപ്പോൾ ഈ റെഗുലേറ്റർ ഇങ്ങോട്ട് തന്നെ നേരിട്ട് അതേലോട്ട് തന്നെ നമുക്ക് സോൾഡർ ചെയ്യാം, ഇങ്ങനെ ചേർത്ത് തന്നെ വെച്ച്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സ്നേഹമായിട്ടിരുന്നോളും, ചരിച്ച് അതേലോട്ട് സോൾഡർ ചെയ്താൽ. അപ്പോൾ അതിൽ നിന്ന് 2 ഔട്ട്പുട്ട് മാത്രം നമുക്കിനി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും അഴിക്കാതെ തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് 9 വോൾട്ടിൻ്റെ ഇതിലോട്ട്, അതായത് അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇതെപ്പോഴും ഇൻപുട്ടായിരിക്കും, നടുക്കത്തെ എർത്തായിരിക്കും, മറ്റേത് ഇതായിരിക്കും ഔട്ടായിരിക്കും.
അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ട, ഇത് നമ്മളെ പുറത്തേക്ക് എടുക്കുന്നതാണല്ലോ. ഇത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊന്ന് വളയ്ക്കണം. നോസ് പ്ലെയർ ഒന്ന് വളച്ചിട്ട് അങ്ങോട്ട് നേരെ സോൾഡർ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ അതേ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രസമുണ്ടല്ലോ എന്ന് ഓർത്ത് പറയുന്നത് കേട്ടോ. പണ്ട് നടയടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ജയിലിലൊക്കെ ശിക്ഷയൊക്കെ കിട്ടി ചെല്ലുന്നവൻ, അല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതിയായിട്ടൊക്കെ ചെല്ലുന്നവർക്ക് നടയടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതെന്നാണ് ഈ പരിപാടി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും അറിയാം. ഈ നടയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതി ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ജയിലിലേക്ക് ആദ്യം നടന്നു കയറണമല്ലോ. നടന്നു കയറണം. അപ്പം നടന്നു കയറുമ്പോൾ ആദ്യം അവൻ നോർമലായിട്ടും ആദ്യം ചിലപ്പോൾ അവൻ ഇടതുകാല് വെച്ചാണ്, അല്ല വലതുകാല് വെച്ചാണല്ലോ കയറുന്നത്. ഒരു പുതിയ സ്ഥലത്തേക്കാണ്, പക്ഷേ ജയിലിലായതുകൊണ്ട് നമുക്ക് ഇടതുകാല് വെച്ചേക്കാം എന്ന് വെക്കും. കാരണം ഒത്തിരി നാൾ അവിടെ കിടക്കണ്ടല്ലോ എന്നോർത്ത് ഇടതുകാല് വെച്ച് കയറി എന്ന് വിചാരിക്കുക. ഇപ്പോൾ അവൻ്റെ ഓരോരുത്തൻ്റെ ധർമ്മം അനുസരിച്ച് പല കാലുകൾ വെക്കും. ഇടതുകാല് വെച്ച് കയറിക്കഴിയുമ്പോഴേ ഒറ്റ അടിയാണ്. എന്തിനാണ് അടിച്ചതോ നീ എന്നാടാ ജയിൽ മുടിക്കാൻ വേണ്ടി വന്നതാണോ, അല്ല നീ പോലീസ് സ്റ്റേഷൻ മുടിക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും. അപ്പം എന്നാൽ പിന്നെ ഇടതുകാല് വെച്ചത് കൊണ്ട് സാറന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ നമ്മൾക്ക് വലതുകാല് വെക്കാൻ നോക്കും. വലതുകാല് വെച്ചാൽ ഇതിൻ്റെ ഒരു നീട്ടം വെച്ചിട്ട് കുറച്ചേക്കാം. ആ കട്ടർ കഴിഞ്ഞിരുതേ. അപ്പം നീ ഇടത്തുകാല് വെച്ച് ജയിൽ മുടിക്കാൻ വന്നിരിക്കുകയാണെന്ന് ഓർത്ത് അപ്പോൾ ഒരടി കിട്ടും. ഇനി അടുത്തത് എന്നാൽ പിന്നെ നമുക്ക് വലതുകാല് വെച്ച് കയറിയേക്കാന്ന് വെച്ചാൽ, വലതുകാല് വെച്ച് കയറി കഴിഞ്ഞാൽ നീ എന്നാടാ നിൻ്റെ അച്ചു വീടാണോ, ഇവിടെ ഉണ്ടോ ഉറങ്ങി കിടക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോഴും അടി ഉറപ്പാണ്. ഇല്ല പോകുന്നു എപ്പോഴും. അപ്പോഴും അടി ഉറപ്പാണ്. എന്നാൽ പിന്നെ ഇടതുകാലും വെക്കുന്നില്ല, വലതുകാലും വെക്കുന്നില്ല, രണ്ട് കാലും കൂടെ ഒന്നിച്ച് വെച്ച് ചാടിക്കയറിയേക്കാന്ന്. രണ്ട് കാലും കൂടെ ഒന്നിച്ച് എന്നാലും വെക്കണേ ചാടിക്കയറണമല്ലോ. ചാടിക്കയറിയേക്കാമെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഫോൺ കഴിവതും എടുക്കാറില്ല. അറിയാമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് എന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ അതേലോട്ട് തന്നെ സോൾഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി എച്ചുവെപ്പിനോ പരിപാടിക്കൊന്നും നടക്കണ്ട. അതുകൊണ്ടാണ് കേട്ടോ പണി ചെയ്യുന്നത്. വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പം അങ്ങനെ ചാടിക്കയറി കഴിയുമ്പോൾ ചോദിക്കും, എന്നാടാ നീ സർക്കസ് കാണിക്കാൻ വന്നാണോടാന്ന്. അപ്പോൾ എങ്ങനെയാണേലും അടി ഉറപ്പാണ്. അതിനാണ് നടയടി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഴുവൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിലായിട്ട് കാണിച്ചപ്പോൾ ഡീറ്റെയിൽ വേണ്ട കേട്ടോ. ഇച്ചിരി ലെങ്ത് കുറയ്ക്കാം, സ്ക്രൂ അടിക്കുന്നതൊക്കെ ഒഴിവാക്കാം. ഒരു സെറ്റിൻ്റെ ശരിക്കും ഒരു ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതിൻ്റെ സ്ക്രൂ തന്നെയാണ് കേട്ടോ. സ്ക്രൂ ചള്ളിപ്പൊളിയായി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെറ്റിൻ്റെ തിരുവനന്തപുരത്ത് വന്ന ഈ സെറ്റിൻ്റെ ആണെങ്കിലും സ്ക്രൂ ഒക്കെ തെറ്റായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്നാണേലും സ്ക്രൂ ഒക്കെ കറക്റ്റ് ഇട്ടേ ഞാൻ വിടുകയുള്ളൂ. അറിയാതൊന്നും ബുദ്ധിയൊക്കെ ഇതിൻ്റെ സപ്ലൈ താഴെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇൻപുട്ടും എർത്തുമാണ് ഇപ്പം നമ്മൾ കൊടുത്തത്. അവിടെ റെഗുലേറ്റർ അവിടെ ഇരിക്കുന്ന 9 വോൾട്ടാണ്. അവന് പാരലായിട്ട് നമ്മൾ നമ്മുടെ 5 വോൾട്ട് കൊടുത്തു. അതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല. അവിടെ 9 പൊക്കോളും, ഇവിടെ 5 നമുക്കിവിടെ കിട്ടിക്കോളും. മൂന്നാമത്തെ ലൈനിൽ കൊടുക്കില്ല. ഇന്നും എർത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതാണ് ഔട്ട്. ഓക്കെ, നമ്മുടെ ഹീറ്റ് സിങ്ക് ഒക്കെ ഉള്ള പാർട്ടിയാണ്. ഹീറ്റ് സിങ്ക് ഒക്കെ ഉള്ളത് നല്ലതാണ്. അതിനുള്ള പവർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കമ്പനി ഹീറ്റ് സിങ്ക് കൊടുക്കാത്തത്.
നോർമൽ കൊടുത്തത്. ഇത് ഇച്ചിരി നല്ലതാണ്. അതുകൊണ്ട് നമ്മളിനി ഒന്ന് കുത്തി നോക്കാം. ഷോർട്ടിംഗ് ഒന്നുമില്ല, കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, വിഷയമൊന്നുമില്ല. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതുണ്ട് ഫോൺ ഇങ്ങനെ ത്രൂ ഔട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് നമ്മൾ ഓണാക്കിയിട്ട് മീറ്ററിലോട്ട് നോക്കിക്കും. നടുക്കത്തേത് എർത്ത് മീറ്ററെ നോക്കൂ. 5 വോൾട്ട് കറക്റ്റ് 5020. STD ആയതുകൊണ്ടാണ് അത്രയും ഗുണം. നല്ല ഒരു ആംബിയർ താങ്ങുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ ഈ കുഞ്ഞിക്കായ്ക്ക് സാധനത്തിന് അത്ര ഒന്നും സാധനം വേണ്ട. നമുക്കിത് ചൂടാകുന്നുണ്ടോന്നൊക്കെ നോക്കണം. ഇച്ചിരി ഹീറ്റ് സിങ്ക് കൊടുക്കാവുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇപ്പം ചൂടൊന്നും ഇല്ല, നോർമലാണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഫോൺ വന്നാലും അറ്റൻഡ് ചെയ്യണ്ട. അറ്റൻഡ് ചെയ്താൽ ഒരു പരിപാടിയും നടക്കില്ല. 5 വോൾട്ട്, ഇത് 5 വോൾട്ട് വന്നു. ഇനി അടുത്തത് 9 വോൾട്ട്. പഴയ 9 വോൾട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക്. 9 വോൾട്ട് അവിടെ ഉണ്ട്. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആ 12 വോൾട്ടേൽ ഒരു റെഗുലേറ്ററും കൂടെ നമ്മൾ വെച്ചെന്നുള്ളൂ ഉള്ളൂ. നമ്മുടെ റെഗുലേറ്ററും ചൂടാകുന്നില്ല, താഴത്തെ റെഗുലേറ്ററും ചൂടാകുന്നില്ല. സെറ്റപ്പ് ഓൾറെഡി ഓണാണ്. പ്ലേ അടിച്ചാൽ പാട്ടും പാടും. നമ്മൾ സെറ്റ് ഒന്നും ശല്യം ചെയ്തിട്ടില്ല. ഓക്കെ, ഫോണ് സൈലൻ്റ് വല്ലതും ആക്കി വിട്ടു. അതേപോലെ താഴെ വല്ല ഒന്നും ഇല്ലല്ലോ. എടുക്കണ്ടെന്നേ വേണ്ടവർ പിന്നെ മെസ്സേജ് വിടാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. ബാബാ ഇത് പിടിപ്പിക്കട്ടെ. നിന്ന് പോയോ? നിർത്തി. സ്പീഡ് കുറഞ്ഞില്ല, ചാർജ് ഇട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സോൾഡർ ചെയ്യുവാണേ. ഈ വയറ് കറക്റ്റാണ്. അതായത് സപ്ലൈ നമ്മൾ കൊടുത്തു, ചുമല പോസിറ്റീവ് നെഗറ്റീവ്. ഇത് റൈറ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്. ഇനി അടുത്ത് നീളം കൂടുതലുള്ളത് രണ്ടും ബാക്കി രണ്ടും കണക്ക് നീളമൊക്കെയാണ്. ഇനി ലെഫ്റ്റ് ഔട്ട് കാണാമല്ലോ. ഇത് 3 നടുക്കത്തെ എർത്ത് കൊടുക്കുക. ഇത് എർത്ത് മീൻസ് ഗ്രൗണ്ട്. നെഗറ്റീവ്. ഇത് നമ്മളിതേ കൊടുക്കുന്ന ഇന്നാണേ, ബ്ലൂടൂത്ത് ഇന്നാണ് നമ്മൾ കൊടുക്കുന്നത്. സോറി, ഔട്ടാണ്. ബ്ലൂടൂത്ത് ഔട്ട് ഇത് ഇപ്പോൾ എടുത്തിട്ട് സെറ്റിൻ്റെ ഇന്നിലേക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇത് ബ്ലൂടൂത്തിൻ്റെ ഔട്ട് സെറ്റിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക. അത് 3 സാധനം കഴിഞ്ഞു. ഇച്ചിരി എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആ ബ്രഷിങ് എടുത്ത് ക്ലീൻ ചെയ്യാം. ഷോൾഡർ നമ്മൾ ഫ്ലെക്സ് കൂട്ടി ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ക്ലീൻ ചെയ്യണം. അത് മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ല കുറേ കഴിയുമ്പോഴത്തേക്കും അത് പോവും. ഐസോപ്പോപ്പിളിന് എടുത്താലും മതി. ഇപ്പം നമ്മൾ ഇതിൻ്റെ HDMI ഔട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കോമ്പോണൻ്റ് ഔട്ടുണ്ട്, എല്ലാം പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ലൈൻ ഇന്നാണ് ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ലൈൻ ഇന്ന് ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഒരു AV കോഡ് എടുക്കുക. AV കോഡ്, ഇത് AV കോഡ് ഉണ്ട്. ഇവിടെ ഉണ്ട് AV കോഡ്.
നമ്മൾ ലെഫ്റ്റിൽ കൊടുത്തു, ലെഫ്റ്റിൻ്റെ ഇൻപുട്ട് കിട്ടി. ഇത് ലെഫ്റ്റിൻ്റെ ഇൻപുട്ട്, അവിടെ വേണം ലെഫ്റ്റ് കൊടുക്കാൻ. പിന്നെ നമുക്കുള്ളത് റൈറ്റാണ്, റൈറ്റിൻ്റെ ഇൻപുട്ട് കൊടുക്കാം. റൈറ്റിൻ്റെ ഇൻപുട്ടും നമുക്ക് കിട്ടി. റൈറ്റ് ലെഫ്റ്റ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കർ ഇങ്ങെടുത്തു, ലെഫ്റ്റ്. ഇനി നമുക്ക് നെഗറ്റീവാണ് വേണ്ടത്. ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഇത് വന്നു. ഇനി ബോഡി തന്നെ ആയിരിക്കും നെഗറ്റീവ്. ഇവിടെ ഉണ്ട് ഒരു പോയിൻ്റ്, അത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് കോമൺ ആയിരിക്കും, ഇതിൻ്റെ കോമൺ നെഗറ്റീവ്. ഓക്കെ, ഈ ഇരിക്കുന്ന പോയിൻ്റ് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് എർത്ത്. എന്നിട്ട് ഈ പോയിൻ്റ് ഇവിടെ എർത്തുണ്ട്. അവിടെ നമ്മൾ ബ്ലേഡ് വെച്ച് ചെറുതോട്ട് ചുരണ്ടി എടുക്കുന്നു, എന്നിട്ട് അവിടെ കൊടുക്കണം. മനസ്സിലായി കാണുമല്ലോ. ലെഫ്റ്റ് റൈറ്റ് എർത്ത്. ബ്ലൂടൂത്ത് ചെയ്യാൻ ഇത്ര നിസ്സാര കാര്യമുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന കഥ മറന്നുപോയി. അപ്പോൾ ഒന്നെങ്കിൽ വലതുകാല് വെച്ച് കയറുന്നു, അല്ലെങ്കിൽ ഇടതുകാല് വെച്ച് കയറുന്നു, അല്ലെങ്കിൽ ഡബിൾ ഇത് വന്നു. അപ്പം ജയിലിൽ ചെല്ലുമ്പോഴും അല്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ പോലെ തന്നെയാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു തമാശ കഥ പറഞ്ഞുള്ളൂ, പിള്ളേരെന്നത് കേട്ടിട്ട് കാണിയല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, നടയടി. ഇപ്പോഴത്തെ പോലീസുകാർ അതിനൊന്നും മുതിരുകയിലായിരിക്കും, കാരണം വിദ്യാഭ്യാസമൊക്കെ ആയി, പോലീസുകാരൊക്കെ നല്ല രീതിയിലുള്ള ഇതൊക്കെ ആയി. പണ്ടത്തെ ഒരു രീതി അല്ലല്ലോ. ഇപ്പോൾ പോലീസൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോടൊക്കെ ബിഹേവ് ചെയ്യുന്നൊക്കെ. പണ്ടത്തെ പോലീസുകാരൊക്കെ രണ്ടടിയൊക്കെ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എർത്ത്, ഇനി 3 സാധനം നമ്മളിവിടെ നോക്കി അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഔട്ട്. ലെഫ്റ്റിന് ആദ്യം കൊണ്ട് ലെഫ്റ്റിൽ കൊടുക്കാം. വയറിച്ചിട്ട് കിടന്നോട്ടെ, ചില നീളത്തിരുന്നാലും വലിയ ഒത്തിരി നീളമൊന്നും ഇല്ലല്ലോ, വൃത്തിയായിട്ട് വെക്കാനുള്ള നീളമല്ലേ ഉള്ളൂ. ലെഫ്റ്റ് മറ്റേ രണ്ടിന് ശേഷം കളഞ്ഞിരിക്കുക, കുഴപ്പമില്ല. അപ്പം നമ്മളിവിടുത്തെ ലെഫ്റ്റ് ഔട്ടിനെ കൊണ്ട് അവിടെ ലെഫ്റ്റ് ഇന്നി കൊടുക്കണം. സ്റ്റീരിയോ ആയതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും മാറാൻ പാടില്ല. ലെഫ്റ്റ് പിടിച്ചു. ഇനി അറുത്ത്. നമ്മൾ ഈ സെറ്റിൻ്റെ ഒരു ഫങ്ഷനും യാതൊരു മാറ്റം വരുത്താതെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്നും ഡിസപ്പിയർ ചെയ്തില്ല. ആകെ നമ്മൾ സെറ്റ് പോലും അറിയാതെ ഒരു 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ തീരെ ആംബിയർ ഇല്ലാത്ത 5 വോൾട്ടാണ്. കുഞ്ഞു ബോർഡല്ലേ, അറിയാമല്ലോ. ഒരു ബ്ലൂടൂത്ത് ബോർഡ് വർക്ക് ചെയ്യാൻ തീരെ കുറച്ച് കറണ്ട് മതി. 5 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ, അത് 12-നകത്തുനിന്ന് ഒരു 5 എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് എർത്ത്. ഇതെല്ലാം ഒന്ന് വലിച്ചു നോക്കണം. അതിനുശേഷം ഇതിപ്പോൾ അവിടെ തിന്നർ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തിന്നർ പറ്റിയ തുണി വെച്ച് തുടച്ചാൽ മതി, തുടച്ചെടുക്കുക എന്നുള്ളത്. അല്ലെ പിന്നെ ആ ബോർഡേലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്ലക്സ് ഒന്നും കുഴഞ്ഞിരിക്കാതെ നോക്കുക. അപ്പോൾ ഇവനെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണം. പിന്നെ ഇതിൻ്റെ സപ്ലൈ കൊടുക്കണമല്ലോ, അതൊരു ഇതിൻ്റെ നീളം വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാട്ടെ, അനുസരിച്ച് കൂടുതലല്ലേ, വൃത്തികേടല്ലേ. അതിൻ്റെ നീളം കുറച്ചല്ലേ. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ആവില്ല. റൈറ്റും ലെഫ്റ്റും തിരിഞ്ഞാലും പാട്ടൊക്കെ പാടും. പക്ഷേ ഇടതുവശത്തെ മ്യൂസിക് വലതുവശത്തും, വലതുവശത്തെ മൂന്നിച്ച് ഇടതുവശത്തും വരുമെന്നുള്ളൂ. ഇപ്പം നോക്കിയിട്ട് ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് 3 വന്നല്ലോ.
ഇത് നമ്മൾ സപ്ലൈ ഇവിടെ കൊടുക്കുക. ഇവിടെ ആയിട്ടൊക്കെ മിക്സ് ചെയ്യാം. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു സാധനം ഷീറ്റ് വല്ലതും വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഷീറ്റൊന്നും വേണ്ട, കാരണം അതിൻ്റെ അടി വേറെ സാധനമൊന്നുമില്ല. എന്നാൽ അങ്ങോട്ട് വെക്കാം ഈ ഭാഗത്തായിട്ട്. അതിൻ്റെ അടി സാധനം ഇല്ലാത്തതുകൊണ്ട് PCB കാലിയാണ് അവിടെ. അപ്പോൾ എന്താണ് പരിപാടി? ഇത് നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തു. പോസിറ്റീവ് അതായത് നമ്മൾ 5 വോൾട്ട് ഇതിൻ്റെ നമ്മൾ എല്ലാത്തിൻ്റെ ഇൻപുട്ട് ബ്ലൂടൂത്ത് ബോർഡിന് ഇൻപുട്ട് 5 വോൾട്ട് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ ഒരു സ്ലീവ് ഇട്ട് കവർ ചെയ്തു. എന്റെ പൊന്നു മക്കളെ, ഈ ഫോൺ എടുക്കാത്തതിന് എന്നോട് ഹലോ പറഞ്ഞോളൂ. ഇത് പേരായില്ലല്ലോ. ഇപ്പൊ നീലാകത്ത് ഇതിപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ബോർഡ് 5 വോൾട്ട് ഇൻപുട്ട്, അതിന് ഞാൻ സ്ലീവ് ഇട്ടു. പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് അത് കൊടുത്തു. ബോർഡ് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഇനി നമുക്കിതിന് ഒരു ബ്ലൂടൂത്ത് കിട്ടുമോ എന്നൊന്ന് നോക്കണം. അതായത് പച്ച ഇവിടെ ഒരു സ്പീക്കറും കൂടെ അങ്ങ് മാറ്റി വെച്ചു. അടുത്ത സ്പീക്കർ, 2 സ്പീക്കർ ചുമല കൊടുത്തേക്കാം. വെള്ളം ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. നമുക്ക് ബ്ലൂടൂത്ത് എൻ്റെ മൊബൈലിൽ ഞെടുത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഇത് നമ്മൾ TV ട്യൂണർ USB TV വീഡിയോയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. TV വീഡിയോയിൽ എടുത്തിട്ട് നമ്മുടെ ഫോണ് നമ്മൾ പെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്തുമായിട്ട് വൈഫൈ നോട്ട് കണക്ട്, വൈഫൈ ഓഫ് ചെയ്യുന്നു. ഇനി ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമ്മൾ നോക്കണം ഒരു പുതിയ ഡിവൈസ് വല്ല ഇവിടെ വരുന്നുണ്ടോ. VZ ബ്ലൂടൂത്ത് 5 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് അതല്ല, എൻ്റെ നമ്പർ ഇത് ഞാൻ 82G ആണോ നോക്കട്ടെ. 9 ആണോ V9 ആണോ? ബ്ലൂടൂത്തിനെ നമ്മളിവിടെ അങ്ങ് ഉറപ്പിക്കാൻ പോവാണ്. വയറിങ്ങനെ നിന്നോട്ടല്ലേ, അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓണാക്കാം. അത് നമ്മൾ TV വീഡിയോ എന്നുള്ള ഇൻപുട്ടിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം സോണി ഡെമോ വന്നു. പിന്നെ നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻ ആയിരിക്കുന്ന സാധനം ബ്ലൂടൂത്ത് നോക്കട്ടെ. ഇതിനകത്ത് ബ്ലൂടൂത്തിൽ നമ്മുടെ കണക്ഷൻ ആയിരിക്കുന്ന ബ്ലൂടൂത്ത് നമ്മൾ നോക്കണം. ഇതാണ്ട് ക്രീറ്റൽ 3 ബ്ലൂടൂത്ത് എന്ന് കണ്ട CREATAO ക്രീറ്റോൾ അല്ലേ, ക്രീറ്റോൾ എന്നല്ല ക്രീറ്റോൾ 3 ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ക്രീറ്റോൾ 3 ബ്ലൂടൂത്ത് എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്ന ആ ബോർഡിൻ്റെ
പേര് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ആ ഓക്കെ, ഇത് തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോ തന്നെ നോക്കാം. നമ്മുടെ വീഡിയോ പാട്ടിട്ടോ പാട്ട് അതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. മഴയൊക്കെ മാറിയതിന്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മഴയായിരുന്നു. നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്. രണ്ട് ഫോണ് രണ്ട് HDMI, 2 പെൻഡ്രൈവ്, 3 പെൻഡ്രൈവ്. അത് പെൻഡ്രൈവ് അതോളാം. ഡ്രീം മേക്കേഴ്സ് എന്നാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ബ്ലൂടൂത്ത് റെഡിയായി. ഇനി അതൊന്ന് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ സെറ്റിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് തീർന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻട്രൽ സ്പീക്കർ വർക്ക് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഓരോ സ്പീക്കർ ഇപ്പം നമ്മൾ നോക്കുകയാണ്. അപ്പം ഞാനത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ മ്യൂസിക് കയറി പണി വരുമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനത് ഇടുക. ഒരു സ്പീക്കർ, 2 സ്പീക്കർ, 3 സ്പീക്കർ, 4 സ്പീക്കർ, സെൻറ്ററില്ല, സബ്ബൂഫർ. അയ്യോ, നമ്മുടെ സ്പീക്കർ അടിച്ചു പോകും സബ്ബൂഫർ കൊടുത്ത്. ഇനിയിപ്പോൾ സെൻറ്റർ ഇല്ലാത്തതിന് കാരണം എന്നാലും ഞാൻ നോക്കാൻ പോവാണ്. ഈ സെൻറ്റർ വരണമെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിലൊരു ചെറിയ സംഭവം, അതായത് ഈ സ്റ്റീരിയോ ആണല്ലോ. ഇത് സ്റ്റീരിയോ ആണ്. പ്രോലോജിക് ഓണാക്കി വിടണം. ഇതിനകത്ത് ഈ റിമോട്ട് ബാറ്ററി ഇട്ടതാണല്ലോ അല്ലേ? ബാറ്ററി ഇട്ടല്ലേ? ഓക്കെ, ഉണ്ടാവും. അപ്പം ഓളേശ്വരം കുറച്ച് വെക്കാം. അതിനകത്ത് സെൻറ്റർ ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ഇതിനകത്ത് സൗണ്ട് മോഡ്, നൈറ്റ് ഓൺ അതുള്ളൂ. അത് നൈറ്റ് മോഡാണ്. പിന്നെ എയർ മോഡ്, സറൗണ്ട് എയർ മോഡ്, മൂവി, മ്യൂസിക്, ഓട്ടോ. അതിനകത്ത് ഏത് കിടന്നാലും കുഴപ്പമില്ല. മ്യൂസിക്, മൂവി, ഓട്ടോ ഇട്ടാലും മതി. അത് ഏത് കിടന്നാലും സാധനം വർക്ക് ചെയ്തോളും. പിന്നെ ഉള്ളൊരു മോഡെന്ന് പറഞ്ഞാൽ ഓഡിയോ. ഇതിനകത്ത് മൈക്ക് ഓഡിയോ അത്. പിന്നെ ഇൻപുട്ട്, ഡിസ്പ്ലേ, ഷൂട്ട്, ട്യൂണിങ്, ഓഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിൻ്റെ സെയിം റിമോട്ടിൽ അത് വരുവുള്ളൊരു സൗണ്ട് മോഡ്, ഡൈനാമിക് ബാസ്, സിസ്റ്റം മെനു, ഡീകോഡ് മോഡ്. അത് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഡിസ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഡിസ്ക് ചെക്ക് ചെയ്യാണ്. ഡിസ്ക് ഇട്ടു. ഡിസ്ക് നമ്മൾ ഇട്ടു, പ്ലേ ഇട്ടു. ആ റിമോട്ട് എന്ത് പ്ലേ ചെയ്ത് സൗണ്ട് ചെയ്യാൻ തുടങ്ങും. പ്ലേ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, പ്ലേ ഇട്ടു. എല്ലാ ചാനലും നോക്കുവാണ്. 1, 2, 3, 4. സറൗണ്ട് വരികയില്ല, അല്ല സെൻറ്റർ വരികയില്ല. ഇനി സബ്ബൂഫർ കാണിക്കാം. സബ്ബൂഫർ ഓക്കെ. അപ്പം എല്ലാ സ്പീക്കറും ഉണ്ട്. ഇനി സെൻറ്റർ വരുന്നില്ല. സെൻറ്റർ വരാത്തത് പ്രോലോജിക് ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ആ ഡിസ്ക് എടുക്കുവാണ്. പ്രോലോജിക് മോഡ് റിമോട്ട് എടുത്തിട്ടാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിമോട്ട് എൻ്റെ ഒറിജിനലല്ല. ആ റിമോട്ട് ഞാനിവിടെ ഇരുന്നൊരു തൽക്കാലം റിമോട്ട് എടുത്താണ്. ആ പ്രോലോജിക് ഇല്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റില്ല. കസ്റ്റമറുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് പ്രോലോജിക് ഉണ്ട്. പ്രോലോജിക് ഇട്ടാൽ 2 ചാനൽ കൊടുത്താലും 5.1 കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 5 സ്പീക്കേഴ്സ് ഉണ്ട്. സെൻറ്റർ കൊടുക്കാതിരിക്കുവാണെങ്കിൽ ആ ക്ലാരിറ്റി ഇച്ചിരി ബെറ്റർ ആയിരിക്കും. സെൻറ്ററോട് വന്നു കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരു നിരത്തി വെച്ച് ഒരു പതറിച്ച രീതിയെ വരുള്ളൂ, അല്ലേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് കുത്തി
പെൻഡ്രൈവിനെ നമ്മൾ പാടിക്കുകയാണ്. റിമോട്ട് ഇനിയിപ്പോൾ നമ്മൾ പെൻഡ്രൈവിലേക്ക് ഇത് മാറ്റണം. ഫങ്ഷൻ മാറ്റി ട്യൂണർ ഞാൻ കേൾപ്പിക്കാം. ട്യൂണർ ഇവിടെ ഇപ്പം ഇതൊന്നും കിട്ടിയില്ല സ്ഥലമായിട്ട്, പക്ഷെ നമുക്ക് പ്ലേ സൗണ്ട് കേൾക്കാം. കേട്ടല്ലോ? ഓക്കെ, സൗണ്ട് കേട്ടു. ഇനി ട്യൂണർ റെഡിയായി. ഇനി MP3 കൂടെ കേൾപ്പിക്കാം. MP3 ഫങ്ഷന് ഇപ്പോൾ USB ആയി. ഇനി USB റീഡ് ചെയ്യുകയാണ്. ഇവിടെ നോക്കാം, കാണിക്കാം. ഇവിടെ USB റീഡ് ചെയ്ത് 1 വന്നു. ഇപ്പോൾ USB പാട്ട് വന്നു. 1 2 3 4. ഇതിൻ്റെ വോളിയം കുറയ്ക്കണം, സബ് വൂഫർ കൊടുക്കുന്നുണ്ട്. 5. ഇനി ഇതും സെൻറ്റർ വർക്കാവില്ല, സെൻറ്റർ പ്രോലോജിക്ക് ഇട്ടാലേ വർക്കാവുള്ളൂ. അപ്പോൾ അത് പെൻഡ്രൈവ് ഓക്കെയാണ്, അത് ഞാൻ ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ സെറ്റിന് CD എടുത്തു, പെൻഡ്രൈവ് എടുത്തു. ഇനി ബ്ലൂടൂത്ത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. ഇനി ബ്ലൂടൂത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്തുമായി, അപ്പോൾ എല്ലാ സെക്ഷനും ഓക്കെ ആയി. ബ്ലൂടൂത്ത് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ചരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാക്സിമം റേഞ്ച് കിട്ടിക്കോട്ടെ എന്നോർത്താണ്. ഇത് ലെഫ്റ്റ്, റൈറ്റ്, എർത്ത്, പിന്നെ നമ്മുടെ സപ്ലൈ, അവനെ ഞാനൊന്ന് ഇതിട്ടു. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നാളെ നമുക്ക് ഇഷ്ടമായിട്ട് ഇതായിക്കോളും. അത്രേ ഉള്ളൂ. അവനെ നമ്മൾ നാട്ടി. അപ്പോൾ അവന് ഉയർന്നു നിന്നോളും. റേഞ്ചൊക്കെ ഇച്ചിരി അവിടെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാട്ടി വെച്ചോണ്ട്. ഓക്കെ. ഇനി ഒന്നുകൂടെ നമുക്ക് ബ്ലൂടൂത്ത് നോക്കാം. ഹലോ, സംസാരിച്ചോ, കുഴപ്പമില്ല. ചെറിയൊരു മഞ്ഞ കളർ പോലെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എടുത്തങ്ങ് മാറ്റി. പിന്നെ എൻ്റെ ഒരു പഴയ ഒരു TV ഉണ്ടായിരുന്നു, അതിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്നാൽ സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും ആ മഞ്ഞ കളറായിട്ടോ അതുപോലും ഇല്ല. ഇതായി, നമ്മുടെ ബ്ലൂടൂത്തും സെറ്റായി, ബോർഡെല്ലാം ആയി. കണ്ടല്ലോ. ഇനി നമ്മൾ കവർ ഇട്ടാൽ മതി. നമ്മുടേതായ ഒരു സിഗ്നേച്ചർ കൊടുത്തേക്കാം. ഇന്ന് ഡേറ്റ് എത്ര? 12/6/25 നമ്മുടെ ഒരു സിഗ്നേച്ചർ. ഓക്കെ. അപ്പോൾ ഇനി മുറുക്കാൻ പോവാണ്. കുറച്ച് സ്ക്രൂ ഒക്കെ ഒന്ന് മാറ്റമുണ്ട്. ആ മാറ്റമുള്ള സ്ക്രൂ എല്ലാം ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവാണ്. സൈഡിലിട്ടിരിക്കുന്ന സ്ക്രൂ എല്ലാം മാറ്റമാണ്. എന്ത് ചെയ്യാം, പുറകിലത്തെ സ്ക്രൂകളൊക്കെ ഉണ്ട്, എന്നാലും ഇട്ടേക്കാം. കാരണം നമുക്ക് കസ്റ്റമേഴ്സിനോട് വിളിക്കുമ്പോൾ അറിയാമല്ലോ, ആ കസ്റ്റമർ വളരെ നല്ല ആളാണ്. അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണമെന്നാണ് അങ്ങേരത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സ്ക്രൂകളൊക്കെ ഒരുവിധം എനിക്കറിയത്തില്ല. ഈ ആൾക്കാരൊക്കെ സ്ക്രൂ അഴിച്ചിട്ട് വേറെ എണ്ണ തരും. അതൊരു കവറിലേക്കൊക്കെ കൂട്ടിലേക്കൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്യാമല്ലോ. ഒന്നുമില്ലെങ്കിൽ അകത്ത് എന്നാ കാണിച്ചാലും പുറത്തെ സ്ക്രൂ അല്ലേ വിവരമുള്ള ആൾക്കാർ നോക്കാല്ലേ. അകത്ത് ഇവൻ എന്ത് ഇത് കാണിച്ചാലും പുറത്തെ സ്ക്രൂ കറക്റ്റ് ഇട്ടേണ്ടത് അത്യാവശ്യമല്ലേ. ഇവിടെ സ്ക്രൂ വരികയില്ല, അവിടെ സ്പാൻ മാറിയതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ക്രൂ എല്ലാം തന്നെ ആയി. ഇവിടെ ഇല്ല.
ഓക്കെ, ഇത് സൈഡിലത്തെ 4 സ്ക്രൂ ശരിയാ, 4 അതിൽ അതിട്ട് കൊടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ അതിന് പറ്റിയ സ്ക്രൂ കണ്ടുപിടിക്കട്ടെ. ഒന്നൊരു കറുത്ത സ്ക്രൂ എങ്കിലും ആ സൈഡിൽ ഇട്ട് കൊടുക്കട്ടെ. കിട്ടി. 2. ഞാൻ ഓരോരുത്തരത്തെല്ലാം പോകുമ്പോൾ കാണുമ്പോഴും എല്ലാം മേടിച്ച് വെക്കുന്ന ഇങ്ങനെ പല സൈസ് സ്ക്രൂവും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ സെറ്റുകളൊക്കെ പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സെറ്റിൻ്റെ ഫുൾ സ്ക്രൂ ഞാൻ എടുത്ത് വെക്കും. കാരണം എനിക്കറിയാം നാളെ ആവശ്യം വരുമെന്ന്. അങ്ങനെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊന്ന് കാശ് കൊടുത്ത് മേടിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ ഈ ഉപേക്ഷിച്ച ടി വികളൊക്കെ കൊണ്ട് കളയുന്നിടത്ത് ആക്രിക്കാർ കൊണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ട്. അവരോട് ഞാൻ പറയും സ്ക്രൂ എല്ലാം ഊരിക്കൊണ്ടും തരാമെങ്കിൽ പൈസ തരാമെന്ന്. അങ്ങനെ അവർ സ്ക്രൂ എല്ലാം കൊണ്ടും തരും. അതെല്ലാം കൊണ്ട് നല്ല ജെന്യൂൻ സ്ക്രൂ കിട്ടും നമുക്ക്. ഇത് പക്കാ ജെന്യൂനൊന്നുമല്ല, എന്നാലും കറക്റ്റ് സ്ക്രൂ ആണ്. ബ്ലാക്ക് സ്ക്രൂ ആണ് ഇത്. ബ്ലാക്ക് ബോഡിയാണ്. ആ സൈഡ് നമ്മൾ പല സൈസ് സ്ക്രൂ ഇടുന്നത് ഒരു ഭംഗിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊക്കെ ഇടുന്നത് വെള്ള സ്ക്രൂ ആണ്. ബാക്കി 2 സൈഡ് ഇട്ടു. രണ്ട് സ്ക്രൂ നമ്മൾ കറുത്ത എടുത്തതിന് പകരം 2 വെളുത്ത സ്ക്രൂ തിരിച്ചെടുത്തു. ഇത് മറ്റാരെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഒന്നും കൂടെ നോക്കിയിട്ട് സ്പീക്കർ അവിടെ കൊണ്ട് കിട്ട് പ്രോലോജിക്ക് ടി വിയുടെ ഇതും കൂടെ നോക്കിയാൽ മതി. മറ്റേ പ്രോലോജിക്ക് ഓണാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്ലൂടൂത്ത് ഒന്നുകൂടെ നോക്കിയേക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ഇടാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഡെമോ വന്നു, പിന്നെ നമ്മൾ പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷൻ ടി വി വീഡിയോ എന്നുള്ള ഫങ്ഷനിലാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സ്പീക്കർ കുറഞ്ഞു കുത്തട്ടെ. സ്പീക്കർ കുത്തിയാലേ സൗണ്ട് വരുള്ളൂ. 32W6100 എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. നമുക്ക് എൻ്റെ ബോർഡ് ഇച്ചിരി അവൈലബിലിറ്റി പ്രശ്നമായിരുന്നു. നമുക്ക് ഡൽഹി സോൺ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ. പുതിയ ബോർഡ് എടുക്കാനാണ് നമുക്ക് ഈ പ്രശ്നം. സ്റ്റാറ്റിക് കറണ്ടിൻ്റെ പ്രശ്നം വരും. പുതിയ ബോർഡ് വരുമ്പോൾ ഇങ്ങനെ വരും, ഓണായി സോണി യൂസർ ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് പ്രൈവസി പോളിസിയും എല്ലാ കാര്യങ്ങളും കോള് വരുന്നു, എടുക്കുവാണ്. ഹലോ, ഔട്ട് ഹോം തിയേറ്ററിൻ്റെ സോണി ഹോം തിയേറ്റർ വന്നിട്ടുണ്ട്. ഡിസ്ക് ഇട്ടിട്ടില്ല, അതിൻ്റെ നോ ഡിസ്ക് വന്നു. അപ്പോൾ DVD എടുക്കാത്തതുകൊണ്ട് ഞാൻ ഡിസ്ക് ഇടുന്നില്ല. ഇനി DVD എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സോണിയുടെ ഡെമോ DVD എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കിടന്ന് ഓടുന്നത് ഉണ്ടല്ലോ. അപ്പോൾ DVDയും സാറേ എടുത്തിട്ടുണ്ട്. അതാ മറ്റേ ആ ഒരു സിനിമയുടെ മേളിലുള്ളായിരുന്നു, അത് എടുക്കാതെ വന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ സോണിയുടെ പരസ്യമാണ്. പണ്ട് വേഗ വിറ്റുകൊണ്ടിരുന്ന പരസ്യം. ഇടയ്ക്ക് ഞാനിത് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ റൈറ്റ് ചെയ്തെടുത്തതാണ് CD. അത് വർക്കിംഗ് ആണ്. ഈ സെറ്റിൻ്റെ ആണ്. ഇതുകൊണ്ട് HDMI വഴി. അപ്പോൾ ഈ പൂർണ്ണമായിട്ട് ഈ സെറ്റ് പക്ക ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂടൂത്തും കൂടി ആയിട്ടുണ്ട്. ഇത് കൂടുതൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇത് നമുക്ക് പാക്ക് ചെയ്യാം. ഈ വീഡിയോ ഉണ്ടോ എന്നുള്ളത് നോക്കാനിരുന്നേ. പിന്നെ പ്രോലോജിക്കിൻ്റെ റിമോട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. കാലിബ്രേഷൻ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് കാലിബ്രേഷൻ മൈക്ക് വെച്ച് സെലക്ട് ചെയ്യുന്ന സാധനമാണ്. അത് കസ്റ്റമറുടെ കാണും.
കാലിബ്രേഷൻ ചെയ്യുന്നില്ല ഇപ്പം. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യണമെങ്കിൽ കാലിബ്രേഷൻ മൈക്ക് വേണം. എവിടെ ഇരിക്കുന്ന അറിയാതിരിക്കും. ഇവിടെ ഒരു കുഞ്ഞ് വട്ടത്തിലുള്ള മൈക്കില്ല, വീട്ടിലായിരിക്കും തോന്നുന്നല്ലേ. HDMI ഓണ്, സ്റ്റാൻഡേർഡ് നോ സെൻറ്റർ, നോ സറൗണ്ട്, ഫ്രണ്ട് ഉള്ളി, ഓൾ ഫ്രണ്ട് നോ സെൻറ്റർ. ഇത്ര ഇൻപുട്ടാണ് ഇതിനകത്തുള്ളത്. ഓൾ ഫ്രണ്ട് വേണമെങ്കിൽ ചെയ്യാം, ഫ്രണ്ട് ഉള്ളി ചെയ്യാം, നോ സറൗണ്ട്, നോ സെൻറ്റർ, സ്റ്റാൻഡേർഡ് ഇടാം. സ്റ്റാൻഡേർഡ് വെക്കുമ്പോൾ കാലിബ്രേഷൻ ചെയ്യണം. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈക്ക് കുത്തിയിട്ട് ഈ സ്പീക്കറുകൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അത് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ കാലിബ്രേഷൻ ആവും. ഇപ്പം നമുക്ക് സാധാരണ ഇതാണ്. നമുക്കിത് DVD എടുത്ത് കേട്ടോ. ഇത് DVD എടുക്കുന്നുണ്ടേ, മനസ്സിലായില്ലേ? കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ അതുകൊണ്ട് DVD ഓടുന്നുണ്ട്. എല്ലാം മാറിക്കോളും. DVD എടുത്ത്, ഇത് DVD ഓടുന്നത്. നമ്മൾ സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തില്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൂപ്പലും ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് ഒത്തിരി പഴയ ഡിസ്കാണ്. മൂവി, മ്യൂസിക്, ഓട്ടോ ഇട്ടാവും. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സെറ്റ് നമ്മളിനി പാക്ക് ചെയ്യണം. ഓക്കെ. DVD എല്ലാം വർക്കിംഗ് ആണ്, ഓക്കെ ആക്കിയിട്ടുണ്ട്. പാഴ്സൽ വന്നതായിരുന്നു, ഇനി നമ്മൾ തിരിച്ചയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാക്കിങ് ഇങ്ങോട്ട് വന്ന അതേ പാക്കിങ്ങിൽ നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പാക്കിങ് വീഡിയോ പിടിക്കുന്നത് ഇനി ആർക്കെങ്കിലും പാക്ക് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പാക്ക് ചെയ്യണമെന്ന് കാണിക്കാനാണ്. ഈ സാറിൻ്റെ പാക്കിങ് ഒരു 1.5 പാക്കിംഗ് ആയിരുന്നു. ഒരു ഡാമേജും ഇല്ലാതെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതേപടി തന്നെ പാക്ക് ചെയ്യുവാണ്. ഈ സെറ്റാണ് എനിക്ക് ഷോക്ക് അടിച്ചത്. എങ്ങനെയുണ്ട് ഷോക്ക് അടിച്ചിട്ട്? ഈ സെറ്റ് പണിതുകൊണ്ടിരുന്നപ്പോൾ സെറ്റെന്നല്ല, ഷോക്ക് അടിച്ചോടം പൊള്ളിന്ന് മാത്രം. പൊള്ളിയോ? കൈ പ്രത്യേകം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വാദമൊക്കെ മാറിയോ? വാദം മാറുമെന്ന് ഒരു സബ്സ്ക്രൈബർ ഇട്ടിരുന്നു. വാദം മാറുമെന്നല്ലേ? വാദം ഇല്ലല്ലോ. വാദം പിടിക്കുവാനില്ലാത്തതുകൊണ്ടോ? അതറിയത്തില്ല.
പെട്ടെന്ന് പൊതിച്ചിലിനൊരു സ്പീഡില്ല. വലിയ ടൈപ്പ് എടുത്തൊന്നും ഒട്ടിയില്ല. ഒരു സ്ട്രിപ്പ് വേണം, വലിയ ടൈപ്പ് എടുത്ത് എന്നാ ഒട്ടിച്ചു. അപ്പോൾ നല്ല വില വായിക്കടാ. കുഞ്ഞ് തന്നെ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഇല്ല, അത് ഞാനൊരു കൈ കൊണ്ട് പിടിക്കുന്നതിന് പകരം ഒരു തടയിട്ടതാ, തട. ഓക്കെ. നീ ഒട്ടിയില്ലേ, ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. വേണ്ട, ഇതെല്ലാം കൂടി ഭയങ്കര പാടാ. ബായിങ്ങോട്ടോ, അല്ലാതെ ഞാൻ ഈ മേശപ്പുറത്ത് വെക്കാം. അവിടെ വെച്ചു. അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുകയല്ല. അങ്ങോട്ട് വെച്ചോ. ഈ കൂടിന് എന്നാന്നാ പറയുന്നത്? ഈ ഞെക്കിയെ പൊട്ടിക്കുന്ന കൂട്. ഞെക്കിയെ പൊട്ടിക്കുന്ന കൂട്, ടെൻഷൻ ഫ്രീ കൂട്. ആ, ടെൻഷൻ കളയുന്ന കൂട്. ടെൻഷൻ ഫ്രീ കൂട് ഇട്ട് ആദ്യം പൊതിയുവാണെങ്കിൽ നമ്മുടെ സെറ്റയിലേക്ക് അധികം ആരെങ്കിലും പ്രസ് ചെയ്താൽ. ചുമ്മാ തമാശ പറയുന്ന കേട്ടോ. ഇനി കൂടിൻ്റെ പേരറിയത്തില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. ഇനി അഥവാ ഇനി ആ കൂടിൻ്റെ പേരറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇട്ടാ. ആകുമ്പോൾ ഒരു പ്രഷർ വന്നാൽ ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കാനാണ്. നീ പറയാനൊക്കെ ഞങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് നല്ലപോലെ പൊതിഞ്ഞതിന് ശേഷം ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് വീണ്ടും പൊതിയുന്നു. ഇന്നസെന്റ് പറയുന്നവരെ കണ്ടിട്ടുണ്ട്, കുറെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, പാഴ്സലായി കുറെ കണ്ടിട്ടുണ്ടേ. ഇതാ ഇപ്പം ഇത്രയും പൊതിഞ്ഞു. സൈഡിൽ നിന്ന് ഇടി കിട്ടിയാലും നമുക്ക് അത്ര പ്രശ്നമില്ല. സൈഡ് നല്ല ഇരുമ്പ് ചട്ടയാണ്. അതെ, മോളിൽ നിന്ന് ഇടി കിട്ടിയാൽ കുഴപ്പമുള്ളൂ. തലക്കാർക്ക് കൊടുക്കുന്ന കൂട്ടി ചട്ടയാണ്. അപ്പോൾ പൊതിഞ്ഞു. ഞാനേ ഒരു സാധനം ഇപ്പോൾ കാണിച്ചിട്ട് വരാം. ഇപ്പോൾ വന്ന സർവീസിന് വന്നൊരു സാധനം കാണിച്ചു. ഒരു പ്രൊജക്ടർ, സോണിയുടെ പ്രൊജക്ടർ കണ്ട, നല്ല ഭയങ്കരം പ്രൊജക്ടർ. ഇതുണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ആമയെ പോലെ ഇരിക്കുന്ന ആമ കരയാമയെ പോലെ ഒരു പ്രൊജക്ടർ. സോണിയുടെ ഒരു ബ്ലൂറേ പ്ലെയർ, അത് കുത്തി കിടക്കുക, ഊരിയിട്ടെ. സർവീസിന് വന്നതാണ്. ഓക്കെ, കാണിച്ചെന്നുള്ളൂ. നാളെ ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ അകമെല്ലാം കാണിക്കാം. അതുകൊണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോണിയുടെ ബ്രിഗ് പ്രൊജക്ടർ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതെന്നും നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പാക്കിംഗ് ദ്രുതഗതിയിൽ നടക്കുന്നു. അങ്ങനെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കയറ്റിയിരിക്കാതെ പിന്നെ ഇറക്കിയില്ല. ആ, ഫ്രണ്ട് ഏതാണെന്ന് നോക്കട്ടെ. ഇതല്ലേ ഫ്രണ്ട് നല്ലപോലെ കവർ ചെയ്യണേ. അതേ പൊട്ടുകയുള്ളൂ. ബാക്കിനും സൈഡിനും ഒന്നും ഒരു കുഴപ്പവും വരികയില്ല. ഫ്രണ്ടാണ് ഡബിൾ പ്രൊട്ടക്ഷൻ വേണ്ടത്. ഹലോ, ഓക്കെ, നീ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നിർത്തിക്കോ. ഞാൻ മടുത്ത പെട്ടെന്ന് പൊതിഞ്ഞ് ഇത് പെട്ടെന്ന് പൊതിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെയാണേ. പെട്ടെന്ന് പൊതിഞ്ഞ് എന്നാലേ ഈ കൊറിയർ ഇന്ന് പോകുന്നതിന് മുമ്പ് അയക്കണ്ടേ, അല്ല നാളത്തേനായി പോവും. അതിനൊരു ഷോപ്പല്ലേ, ഓരോ കസ്റ്റമർ വരികയല്ലേ, അതനുസരിച്ചല്ലേ പൊതിയാൻ പറ്റും. അതൊക്കെ ശരിയാ, സമ്മതിച്ചു. അയ്യോ, അപ്പോൾ കൊറിയർ വണ്ടി പോയി കാണൂ. 6 മണിയായി, 6:10 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ തീർക്കാം. ഇത് കൊറിയർ പൊതിയിട്ടെന്ന് പൊതിഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലും പൊതിയുന്നില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ കൊണ്ട് വീഡിയോ നിർത്താം.
അപ്പോൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. വെറൈറ്റി നമ്മൾ പ്രൊജക്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സർവീസ് ചെയ്യുന്ന വീഡിയോ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ തലയെ പിടിച്ചൊന്ന് ഞെക്കിയാൽ മതി. തലയല്ല, SL പിടിച്ചൊന്ന് ഞെക്കിയാൽ സബ്സ്ക്രൈബ് ആകും. ഒന്നുകൂടെ ഞെക്കിയാൽ അൺസബ്സ്ക്രൈബ്ഡും ആകും. അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ പറയുക. സബ്സ്ക്രൈബ് ചെയ്താലേ പടപടയെ നമ്മൾ ഇടുന്ന വീഡിയോകൾ പൊങ്ങി വരത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടമാനം ആൾക്കാർ കാണുന്നുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. യൂട്യൂബ് പറഞ്ഞു തരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നല്ല ഉജാറാകാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നന്ദി നമസ്കാരം പറഞ്ഞേരെ. നിനക്ക് നീ പറഞ്ഞേരെ. ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞില്ല. എന്നാലും ഒരു താങ്ക്സ് പറഞ്ഞേരെ. താങ്ക് യു ഫോർ വാച്ചിങ്. പോവാണ്, കൊറിയർ അയക്കാൻ പോവാണ്. എല്ലാം ഓക്കെ. എല്ലാം അഡ്രസ്സ് അഡ്രസ്സൊക്കെ ഒട്ടിച്ചതല്ലേ. ഓക്കെ കാണിക്കണ്ട. ഓക്കെ ഓക്കെ പോവാണേ.